ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം എൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ റെഡിയായി കണ്ടു. ഇങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്. നമ്മൾ റെഡിയായി ലുക്കായി ഇതാ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോകും. എൻ്റെ വീട് നെയ്യാറ്റിൻകര ബാലരാമപുരത്താണ്, രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉണക്കോടി. ഓക്കെ, നമുക്കിപ്പോൾ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞാനും ഡാഡൂസും കൂടെ റെഡിയായി. ഡാഡു ഇപ്പോൾ പോകും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണത്. പക്ഷെ നമ്മളിപ്പോൾ പോകില്ല ഗൈസ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കിട്ടു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡു വെയിറ്റിങ് ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങി. ഞാനും ഡാഡും കൂടെ ഇതാ കിട്ടുവിൻ്റെ വണ്ടി കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നടന്ന് നമ്മളിത് മഞ്ച് വെച്ചിട്ട് വീണ്ടും ഫ്രണ്ടിലെത്തി. അങ്ങനെ നമ്മൾ മുകളിലെത്തി. വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ട തയ്യാറെടുപ്പിലാണ്. അവിടെ നിന്ന് വണ്ടി ഇവിടെ കൊണ്ട് വരണമല്ലോ നമുക്ക് കയറാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഡാഡിന് തൊപ്പി വെച്ച് കൊടുക്കുന്നു, ടവലിട്ട് കൊടുക്കണം. ഡാഡിനെ ഫുൾ സെറ്റാക്കിയാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലെത്തും. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ വന്നു. പെട്രോൾ അടിക്കാൻ പിന്നെ പെട്രോൾ പമ്പിലാണല്ലോ വരേണ്ടത്. അങ്ങനെ ആ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. പെട്രോൾ അടിച്ചാലാണല്ലോ വണ്ടി ഓടുന്നത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്, ഒരു 1.5 മണിക്കൂറുണ്ട്. ഞാനും ഡാഡും കൂടെ പെട്രോൾ അടിക്കുന്നത് കണ്ട് കൃതാർത്ഥരായി ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. നമ്മൾ നേരെ വീട്ടിൽ പോകും. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തി ഗൈസ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു കുഞ്ഞു പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഡാഡുവിനെ മതി. അങ്ങനെ അമ്മയും അച്ഛനും അനിയനും കൂടെ ഡാഡുവിനെ എടുത്തുകൊണ്ട് പോയി. നമ്മളകത്ത് പോയി. ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ അനിയൻ. ഇവരെല്ലാവരും കൂടെ ഡാഡുവിനെ എടുക്കുന്നു, കളിപ്പിക്കുന്നു, കൊഞ്ചിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അതാണ് എൻ്റെ മമ്മി വയ്യാതെ കൃതാർത്ഥയായിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഡാഡി ഇവിടെ അടിപൊളി കടല പായസം വയ്ക്കുകയാണ് ഗായ്സ്. എൻ്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, അത് ഡാഡിയുടെ ബിരിയാണിയാണ്. ബിരിയാണി ഗായ്സ് വെരി ടേസ്റ്റി. എനിക്ക് ഏത് കടയിൽ നിന്ന് കഴിച്ചാലും അച്ഛൻ വയ്ക്കുന്ന ഫുഡിന് അത്രയും ടേസ്റ്റ് കിട്ടാറില്ല ഗായ്സ്. പിന്നെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. നമ്മളിതെല്ലാം കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. കിട്ടുവിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ വരും, വെയിറ്റിംഗ് ആണ്. പിന്നെ അച്ഛൻ കുറച്ച് മുമ്പ് ഇളക്കിക്കൊണ്ടിരുന്ന കടലപ്പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഡാഡുവിന് വേണ്ടി അമ്മ വെച്ച സ്പെഷ്യൽ സദ്യയാണ്, ചെറിയ സദ്യ. ചോറും പരിപ്പും പപ്പടവും കുറച്ച് തോരനും കൂടെ കൂട്ടി ഡാഡുവിന് ചോറ് കൊടുക്കുകയാണ്. കാരണം അവൻ്റെ ഫസ്റ്റ് ഓണമാണല്ലോ. നമ്മൾ ഇന്നലെ അവിടെയും ചോറ് കൊടുത്തു, ഇന്ന് ഇവിടെയും ചോറ് കൊടുക്കുന്നു. അവന് കോളാണ് ഗൈസ്. അങ്ങനെ അവൻ ചോറ് കഴിച്ച് ആക്ഷൻ കാണിച്ച് അവിടെ നിൽക്കുകയാണ്. ഇവന് ഫുഡ് കൊടുക്കുമ്പോൾ ഇവന് ഒമിറ്റ് ചെയ്യാൻ വരുമ്പോഴത്തെ ഒരു കള്ള ആക്ഷൻ കാണിക്കാറുണ്ട്. അത് വെറും ഷോയാണ്. ആദ്യമൊക്കെ നമ്മൾ പേടിക്കുമായിരുന്നു, പിന്നെ നമുക്കതൊരു ശീലമായി. അങ്ങനെ ഡാഡു പരിപ്പ് കൂട്ടി നെയ്യ് ഒഴിച്ച് പപ്പടം വെച്ച് തോരൻ വെച്ച് അവൻ്റെ സദ്യ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ്. ഇനിയും കിട്ടും എന്നും പറഞ്ഞ് അവൻ കൊതിയോടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാഡൂസ് ആസ്വദിച്ച് സദ്യ കഴിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബിരിയാണി കഴിക്കാൻ. ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഡാഡു സ്വന്തമായി കഴിക്കുന്നു, പപ്പടം പൊട്ടിക്കുന്നു. അവൻ വാരി കഴിക്കാറായിട്ടില്ല. പിന്നെ സദ്യ കൊടുത്ത സന്തോഷത്തിൽ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് നമ്മളിങ്ങനെ അവൻ്റെ ഫ്രണ്ടിൽ വച്ച് കൊടുക്കുന്നതാണ്. അവൻ ഡ്രസ്സൊക്കെ ഇപ്പോൾ നശിപ്പിക്കും, എന്നാലും കുഴപ്പമില്ല. കഴുകി റെഡിയാക്കാവുന്ന പ്രതീക്ഷയിൽ ആ ഡ്രസ്സോട് കൂടി തന്നെ അവനെ അവിടെ ഇരുത്തി. അവൻ അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന് കുസൃതി കാണിക്കുകയാണ്. പപ്പടമൊക്കെ വായി വയ്ക്കാൻ പോവുകയാണ്. അമ്മ പിടിച്ച് വാങ്ങിച്ചു. ഡാഡി ചമ്മി പോയി. അങ്ങനെ കുറച്ച് കൊടുത്ത് ഡാഡി സദ്യ കഴിക്കുകയാണ്. അവന് നോർമലി ഇങ്ങനെ നമ്മൾ കറി കൂട്ടിയല്ല കൊടുക്കുന്നത്. ചോറിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസും കൂടെ കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് അവന് ലഞ്ച് കൊടുക്കാറ്. ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട്. ഉപ്പൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ ഇതിന്ന് ഓണം പ്രമാണിച്ച് മാത്രം ഇന്നലെ അവന് സദ്യ കൊടുത്തു, ഇന്നും അവന് സദ്യ കൊടുത്തു. അങ്ങനെ അവനിതൊക്കെ വലിച്ച് വാരിയിട്ട്
കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഇനി അടുത്ത തവണ ആകുമ്പോൾ ഡാഡു കുറച്ചുകൂടെ വലിയ കുട്ടിയാവുമല്ലോ. അങ്ങനെ ഗായ്സ് വിശന്ന് തളർന്ന് നമ്മുടെ ബിരിയാണി കയ്യിലെത്തിയിരിക്കുകയാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഓൺ ദ വേ ആണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്തോറും എൻ്റെ ആമാശയം അനുവദിക്കാത്തത് കൊണ്ട് ഞാനിരുന്ന് ബിരിയാണി കഴിക്കുകയാണ് ഗൈസ്. എന്നുവെച്ചാൽ ഇതെൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ഈ റൈസും ചിക്കൻ കറിയും നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. കിട്ടും അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കഴിച്ച് ഇരുന്നപ്പോൾ കിട്ടുവിൻ്റെ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും എത്തി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ അവിടുത്തെ അച്ഛനും അമ്മയും എത്തുള്ളൂ. അവർക്ക് വെയിറ്റിംഗ് ആണ്. ഇവരും വിശന്ന് അവശരായത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഫ്രൂട്ടി കുടിക്കുകയാണ്. അച്ഛൻ ഞാൻ വരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ഫ്രൂട്ടി വാങ്ങി വെച്ചിരുന്നതാണ് ഗൈസ്. ചുമ്മാണ്, എനിക്ക് വേണ്ടിയല്ല, ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ആ ഫ്രൂട്ടി നമുക്കും കുടിക്കാമല്ലോ. അമ്മയുടെ ഫ്രൂട്ടി നമ്മളും കൂടെ ഫ്രൂട്ടിയാണല്ലോ. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും വന്ന് സിറ്റൗട്ടിലിരുന്നപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അവനെ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ അവൻ എന്നെ മ്ലേച്ഛകരമായി പുച്ഛിച്ചുകൊണ്ട് ഇനി വീഡിയോയിൽ വരാതെ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. പക്ഷെ ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാനിങ്ങനെ അവനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവൻ തിരിഞ്ഞ് പോകാനും ശ്രമിക്കുകയാണ്. അവസാനം ഞാൻ വിജയിച്ചു ഗൈസ്. അവൻ്റെ ചന്തി എങ്കിലും കിട്ടി. അങ്ങനെ നമ്മൾ അവനെയും കൂടെ കൂട്ടി വീഡിയോ എടുത്തു. അവൻ മാനത്ത് നോക്കി പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വിശപ്പ് വന്നപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടെ വിതറി അത് കഴിക്കുകയാണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കണം, അതിൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ പൈനാപ്പിൾ കഴിച്ചു. പക്ഷേ കഴിച്ചപ്പോൾ അത് തീർന്നു പോയി ഗൈസ്. അങ്ങനെ പൈനാപ്പിൾ തീർന്ന വിഷമത്തിൽ ലാസ്റ്റ് പീസും കൂടെ കഴിച്ച് വിഷമം ഒരുവിധം ഒതുക്കി വയ്ക്കുകയാണ് ഗൈസ്. ഇവിടെ കിട്ടുവിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് അമ്മ. അമ്മ എങ്ങനെയുണ്ട് ഓണം? ഓണം നല്ല അടിപൊളി. ഇത് എൻ്റെ മരുമകളുടെ വീടാണ്. അടിപൊളി ഓണം. പിന്നല്ല, ഞാൻ ഇന്നലെ വെച്ച പായസം എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അച്ഛനെ കാണാം. രാവിലെയും കുടിച്ചു. ഇനി അച്ഛൻ പറയൂ, എങ്ങനെയുണ്ട് ഓണം? ഓണം നല്ല ഓണം. എൻ്റെ പാചകത്തിനെ കുറിച്ച് അച്ചാറാണ് ഏറ്റവും ബെസ്റ്റ്. കേട്ടോ ഗൈസ്, എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവർ പോവാനിറങ്ങി. അപ്പോഴാണ് നമ്മളൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. എൻ്റെ അച്ഛൻ്റെ ചെരുപ്പും കിട്ടുൻ്റെ അച്ഛൻ്റെ ചെരുപ്പും ഒരുപോലത്തതാണെന്ന്. ലാസ്റ്റ് അവരവരുടെ ചെരുപ്പുകൾ കണ്ടെത്തി പോവാനിറങ്ങുകയാണ്. എല്ലാവരും കൂടി ഡാഡുവിനെ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡാഡു ഇവിടെ കിട്ടുവിൻ്റെ അമ്മയെ കാണുമ്പോൾ പിന്നെ വേറെ ആരുടെയും പോകാറില്ല. അങ്ങനെ അമ്മ പോകുമ്പോൾ ഡാഡു കരയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ഡാഡുവിനെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബൈ പറഞ്ഞ് എല്ലാവരും പോകാനിറങ്ങി. അവരിപ്പോൾ നേരെ പോകുന്നത് അമ്മയുടെ വീട്ടിലോട്ടാണ്. പറണ്ടോട് പറന്നോട് അമ്മയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ എല്ലാവരും ഡാഡുവിന് ബൈ പറഞ്ഞ് കരയോ ഇല്ലയെന്ന് നോക്കി നിൽക്കുകയാണ്. ലാസ്റ്റ് അവർ പോയി, അവൻ കരയാത്തത് കൊണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാനും ഡാഡുവും കൂടെ ടയേർഡായി ഫ്രണ്ടിലിരിക്കുവാണ്. യാത്ര ചെയ്ത ക്ഷീണത്തിൽ ഡാഡു അവശനായി എൻ്റെ മടിയിൽ കിടക്കുന്നു. ഞാൻ അതിനേക്കാളും അവശയായി അവനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ ഞാൻ ഡാഡുവും കൂടെ മുറ്റത്തിറങ്ങി കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഫുഡ് വീണ്ടും വന്നു. ഉച്ചയ്ക്ക് കഴിച്ച അതേ ഫുഡാണിത്. ഞാനും അച്ഛനും അമ്മയും അനിയനും കിട്ടും എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അതിനുശേഷം അനിയൻ ഡാഡുവിനെ കളിപ്പിക്കുന്ന കാഴ്ചയാണത്. അവനെ പാട്ടുപാടി നൃത്തം ചെയ്ത് അവനെ മയക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കുറച്ച് നേരം കലാപരിപാടി ഉണ്ടായിരുന്നു അവിടെ. പാട്ടുപാടി ഡാഡു പാട്ട് കേട്ട് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡുവിന് വേറെ പരിപാടിയൊന്നുമില്ല, ഇനി ഉറങ്ങിയാൽ മതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് പായസം കുടിക്കാൻ വേണ്ടി വന്നു. പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാം എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയ അടിപൊളി പായസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതേ, കടല പായസമാണ്. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അപ്പുറത്തിരുന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. അമ്മ കഞ്ഞിയാണ് കുടിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് പായസം കുടിച്ചു. പിന്നെ അതിനുശേഷം ഡാഡുവിൻ്റെ പുറമൊക്കെ കഴുകി നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര രസമായിരുന്നു ആകാശം കാണാൻ. മേഘമൊക്കെ ഇങ്ങനെ ലെയറായിട്ട് നിന്ന് ചന്ദ്രൻ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്, നല്ല രസമായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനും ഡാഡും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.